അങ്ങനെ ഒരു മരണം ഒഴിഞ്ഞു കിട്ടി. കൊച്ചു തിരുമേനിയുടെ ഓരോ ഭാഗ്യം ഓരോന്ന് സ്വയം ഒഴിഞ്ഞു തരികയല്ലേ, അല്ലാതെ വേറെന്താ വഴി? ഇതിനകത്തൊന്നുമില്ലല്ലോ, വേറെ തലയിലായിരിക്കും. അയ്യേ എന്താന്നോ നീയല്ലേ ഒച്ച വെച്ചത്? ഓ അതോ, എന്തോ പുറത്ത് കടിച്ചതുപോലെ തോന്നി, അതാ. അത്രേ ഉള്ളോ? വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചളഞ്ഞല്ലോ. എവിടെ പോന്നു മോളെ? അമ്മ അത് അയൽ നിന്ന് തുണിയെടുക്കാനാ. മഴ വരും പോലെ തോന്നുന്നു. മോള് പോയിക്കോ, അമ്മ എടുത്തോളാം. എന്റെ പാർവതി, എത്ര നാളത്തെ ആഗ്രഹമാ. ഇതുമില്ല അമ്മ മാറിയേ. മോളെ, നീയും തുടങ്ങിയോ? പറയൂ മോളെ, അങ്ങനെയൊന്നുമില്ലെന്ന്. അപ്പോൾ ഞാൻ കണ്ടത് സത്യമാണല്ലേ? പറയടി, ആരോ എന്തോ ചെയ്തെന്ന് പറഞ്ഞ് ചേച്ചി എന്തിനാ വിശേഷിക്കുന്നത്? വേണ്ട, എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട. നിങ്ങളെയൊക്കെ പോലെ കോളേജിലൊന്നും പോയിട്ടില്ലെന്നേ ഉള്ളൂ. വെളിച്ചം വന്ന പകലാണെന്നും ഇരുട്ട് വീണ രാത്രിയാണെന്നും മനസ്സിലാക്കാനുള്ള വകതിരൊക്കെ ഈ അമ്മയ്ക്കുണ്ട്. പറ, അവനെയാണോ നീ മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്നത്? ആ ലൈൻമാനെ കൊല്ലും ഞാൻ. അങ്ങനെ വല്ലതും മനസ്സിലുണ്ടെങ്കിൽ അത് കളഞ്ഞേക്കും. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് സമ്മതിക്കില്ല. ലൈൻമാൻ എന്ന് കേൾക്കുമ്പോ അമ്മയ്ക്ക് എന്താ ഇത്ര ദേഷ്യം? ഞങ്ങളുടെ അച്ഛനും ലൈൻമാൻ അല്ലേ? അതെ, അതുകൊണ്ട് തന്നെയാ. ലൈൻമാൻ എന്ന് കേൾക്കുമ്പോ എനിക്കിപ്പോ പേടിയാ. പറ, അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും നിങ്ങൾക്കിപ്പോ അറിയോ? ആരെ പഴിച്ചിട്ടെന്താ? എന്റെ വിധി. ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് എന്റെ മോനെ 2 ദിവസമായി കറണ്ട് പോയിട്ട് എത്ര പ്രാവശ്യം ഞാൻ ആളെ പറഞ്ഞു വിടുന്നത്. ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. മീറ്റർ എവിടെ ഇരിക്കുന്നേ? കാണിച്ചേ. ഇതെങ്ങനെ കാണാനാ? മുഴുവൻ വല പിടിച്ചു കൊടുക്കുകയാണല്ലോ. ഞാനേ എന്റെ മോളെ വിളിക്കാം, അവള് വൃത്തിയാക്കി തരും. മോളെ സുഭദ്രേ. ഷോക്ക്. വരും നാളെ വരുമെന്ന് കരുതി ഇപ്പൊ 18 വർഷമായി ഒരു കത്ത് പോലും. നിങ്ങൾക്ക് ഗതി വരാൻ അമ്മ സമ്മതിക്കില്ല മക്കളെ.
അയ്യോ ഇത് നമ്മുടെ പണ്ടത്തെ ലൈൻമാൻ നാരായണൻകുട്ടിയല്ലേ? ലൈൻമാൻ നാരായണൻകുട്ടി അല്ലടോ, ദുബായ് നാരായണൻകുട്ടി. ഒരു മാറ്റവും ഇല്ലല്ലോ. അത് ജീവിത രീതിയുടെയാ. തന്റെ കാര്യമല്ലടോ, ഈ നാടിനൊരു മാറ്റം വന്നില്ലല്ലോ എന്നാ പറഞ്ഞേ. അല്ല, ഇത് ഭാസ്കറിന്റെ കടയല്ലേ? അതെ ഭാസ്കറിന്റെ മോനെ? അതെ. ആ ചെല്ലട്ടെ, റിവേഴ്സ് എടുത്തു. അല്ല പ്രസിഡന്റ്, അദ്ദേഹം ആരാ? ഇതാടാ സുഭദ്രമ്മയുടെ നായര്. എന്ന് വെച്ചാൽ ചത്തുപോയി കാണുമെന്ന് പറഞ്ഞ? അതേടോ. എന്നാലൊരു പുകിലെന്ന് കാണാമല്ലോ. പോക. അതെ, ചത്തുപോയ നമ്മുടെ നാരായണ കുട്ടിച്ചേട്ടൻ ജീവനോടെ തിരിച്ചു വന്നേ. നാരായണോടി വായേ. തിരിച്ചു വന്നേ. തിരിച്ചു വന്നേ. നാരായണ കുട്ടിച്ചേട്ടൻ ജീവനോടെ വന്നേ. എന്നാ ഞാനുണ്ട്, നിക്കവിടെ. ഒരു ഗ്യാപ്പ് തന്നെ. നോക്കിക്കോ, സുഭദ്രാമ്മ കേട്ടില്ല. ജഗ പോക. ഇപ്പോഴോ പോയ പോലെയാണ് തിരിച്ചു വരും. നോക്ക്, ഒരു പോരലും ഇല്ല പ്രസിഡന്റ്, അവിടെ തന്നെ. വെച്ചുണ്ടോ? എന്തിന്? വെച്ചുണ്ടോന്ന്? വെച്ചുണ്ട്. അയ്യേ, നീയാ? എന്ത്? എന്റെ മുമ്പിൽ വെച്ച് കേട്ടാണോ? എന്നാ പറയുന്നത് വെച്ച് കേട്ടോ. എടാ, ഈ പഞ്ചായത്തിലെ പ്രസിഡന്റായ എന്നോട് ഈ പഞ്ചായത്തിലെ പരമതണ്ടിയായ നീ വെച്ച് കേട്ടാണോ? പഞ്ചായത്ത് പ്രസിഡന്റും പരമതെണ്ടി ഒന്നാ. അപ്പൊ ബെറ്റിന്റെ കാര്യത്തിൽ പ്രസിഡന്റ് ഇക്കാര്യത്തിൽ വെറുതെ വാശി പിടിക്കണ്ട. ഒരു കാര്യം ചെയ്യും, രണ്ടാളും കാശണ്ട. അതെ, കാശ് കൊടു. അങ്ങനെയുണ്ട് ഒരു കാര്യം. എത്ര? 500? 50 മതി. അയ്യേ, 50? കൂടുതൽ വലിക്കല്ലേ. സുഭദ്രേ, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് നിന്റെ നാരായണൻകുട്ടി. അങ്ങനെ മറക്കാൻ പറ്റുമോ? എന്തേ ഇപ്പൊ ഇങ്ങോട്ട് പോന്നു? എന്റെ 16 അടിയന്തരാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? 18 വർഷം കഴിഞ്ഞ് വന്നിരിക്കുന്നു ക്ഷേമം അന്വേഷിക്കാൻ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അത് പറഞ്ഞ് നീ വെറുതെ എന്തിനാ? എന്ത് കഴിഞ്ഞെന്നാ? എന്റെ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞെന്നോ? എല്ലാം ഏറ്റെടുക്കാൻ വന്നാവോ? വേണ്ട, ഒറ്റയ്ക്ക് ഇവിടം വരെ എത്തിയില്ലേ? ഇനി എനിക്ക് ആരുടെ സഹായം വേണ്ട. നിങ്ങൾ മനുഷ്യനാണോ? ഒരാൺതുണ ഇല്ലാതെ, സഹായിക്കാനും ആളില്ലാതെ ഈ 2 പിള്ളേരെയും കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചോ? എന്നിട്ട് വന്നിരിക്കുന്നു. എല്ലാം എന്റെ തെറ്റാണ് സുഭദ്രേ. എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കാം. മാപ്പോ? ഞാൻ കുടിച്ചു തീർത്ത കണ്ണീരിനും അനുഭവിച്ച കഷ്ടപ്പാടിന് ഇനി മാപ്പോ? ഇത് വല്ല നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കൂ? ഇല്ല, ഇനി എനിക്കിങ്ങനെ ഒരു ഭർത്താവില്ല. എനിക്ക് നിങ്ങളെ കാണാൻ വേണ്ട. അച്ഛൻ പോണ്ട. വേണ്ടച്ച, ഞങ്ങൾക്ക് അച്ഛനെ വേണം. അമ്മ 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 അച്ഛ 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 വാച്ച. ഓ, ഇത് മറ്റൊരു പാരയായത് തന്നെ. എന്നാലും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. സുഭദ്രാമ ഇത് എങ്ങനെ സമ്മതിച്ചു എന്നാ? എങ്ങനെ സമ്മതിക്കാതിരിക്കുന്ന? മക്കളുടെ വിട്ടുപോയില്ലേ? സ്നേഹം ജഗപുക. ആരിടപെട്ടാലും സുഭദ്രാമ സമ്മതിക്കാതെ നാരായണൻകുട്ടിക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? അതെങ്ങനെ? ഒരിക്കലും പറ്റില്ല. സമ്മതിച്ചാ അവർക്ക് കൊള്ളാം. നാരായണ കുട്ടിയേട്ടന് പുല്ല. എത്ര വെട്ടികളാ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാവോ? നിറച്ചും പൊന്നും പണവുക. ഈ ലൈൻമാൻമാർക്ക് അവിടെ ഇത്ര ശമ്പളം ഉണ്ടോ? പിന്നെ അവിടെ ലൈൻമാൻമാരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കളക്ടറെ പോലെ. വെറും ലൈൻമാനല്ല, കൊട്ടാരൻ ലൈൻമാനാ. പിന്നെ ഇവിടുത്തെ പോലെ ചെതല് നിന്ന് അടിനുറുങ്ങിയ പോസ്റ്റിലൊന്നും വലിഞ്ഞു പടഞ്ഞ് കേറണ്ട. എല്ലാം അണ്ടർഗ്രൗണ്ട് ലൈനല്ലേ. ഒരു പണി ചെയ്യാതെയാ ശമ്പളം കിട്ടുന്നത്. അതാണ് സത്യം. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വേണമെന്ന് മാത്രമേ ഉള്ളൂ. കറണ്ട് പോകുന്ന പ്രശ്നമേ ഇല്ലല്ലോ. അമേരിക്കക്കാരൻ ബോംബിട്ട് നോക്കി കറണ്ട് ഒന്ന് കളയാൻ. ബൾബൊന്ന് ചിപ്പുക പോലും ചെയ്തില്ല. അല്ല ചേട്ടാ, ഈ അമേരിക്ക ബോംബിട്ടതും യുദ്ധം ചെയ്തതൊക്കെ കുവൈറ്റിലല്ലേ? ആ ചേട്ടൻ ദുബായിലായിരുന്നില്ലേ? എടാ, കുവൈറ്റും ദുബായ് എന്നൊക്കെ പറഞ്ഞാ നിന്റെ വീടും എന്റെ വീടും പോലെ അടുത്തടുത്ത സ്ഥലങ്ങളല്ലേ. ഇവന് വല്ല വിവരമുണ്ടോ? വെറുതെ മാസത്താണെന്ന് പറഞ്ഞ നടക്കും. അല്ല. ഓ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ കാര്യം. 2 വയറങ്ങ് പിരിക്കണമെങ്കിൽ കൈയുറ വേണം, കാലുറ വേണം. ഇനി എന്തൊക്കെ ഉറ വേണോ? താരങ്ങ് മാറുന്നേ. അല്ല, അത് ഞാൻ കൊണ്ടുപോവാ.
ഇതുകൊണ്ടാണോ പണിയുന്നത്? ആ. ഓൺ ചെയ്യ്. അല്ല അത് ആ, നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ പണി തുടങ്ങിയതാ നാരായണൻകുട്ടി. നീ ഓൺ ചെയ്യേ. അപ്പൊ ഓൺ ചെയ്യട്ടാ. ധൈര്യമായിട്ട് ഓൺ ചെയ്യടേ. ഇപ്പൊ സമാധാനമായല്ലോ. ഒരു ലൈനേ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ മൂന്നും പോയി. ചേട്ടൻ വീട്ടിൽ പോയേ. വീട്ടിൽ പോയേ. അയ്യേ